ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഷൻ കാർഡ് ഉള്ള എല്ലാവരും അറിയേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ റേഷൻ കാർഡുകളെ കുറിച്ച് വ്യാപകമായ പരിശോധനകൾ നടക്കുകയാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് എന്തിനാണ് എന്നത്. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് മാത്രം സബ്സിഡി എത്തിക്കാനാണ്. ഈ നടപടികൾ പരിശോധനയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്? വരുമാനം, വീട്, വാഹനം, ബാങ്ക് അക്കൗണ്ട്, സർക്കാർ ജോലി, പെൻഷൻ, ഇതെല്ലാം പരിശോധനയ്ക്ക് വരും. പ്രധാനമായും BPL, മഞ്ഞ, പിങ്ക് കാർഡുകൾ ഉള്ളവരാണ് കൂടുതൽ ശ്രദ്ധയിൽ ഇരിക്കുന്നത്. 2 റേഷൻ കാർഡ് ഒരാൾക്കുണ്ടെങ്കിൽ അത് ഗുരുതര കുറ്റമായി കണക്കാക്കും. വരുമാനം കൂടിയിട്ടും മഞ്ഞ കാർഡ് ഉപയോഗിച്ചാൽ നടപടി ഉണ്ടാകും. വലിയ വീട്, കാറുകൾ ഉണ്ടായിട്ടും സബ്സിഡി വാങ്ങിയാൽ പ്രശ്നമാകും. അപ്പോൾ ശിക്ഷകൾ എന്തെല്ലാം ആകും? ആദ്യമായി റേഷൻ കാർഡ് റദ്ദാക്കും. ഇതുവരെ വാങ്ങിയ സബ്സിഡി തിരികെ അടയ്ക്കാൻ നോട്ടീസ് വരും. ചില കേസുകളിൽ പിഴയും നിയമ നടപടിയും ഉണ്ടാകാം. അപ്പോൾ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം റേഷൻ കാർഡിലെ വിവരങ്ങൾ ശരിയാണോ പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ സ്വമേധയാ തിരുത്തുക. അക്ഷയ കേന്ദ്രം, സപ്ലൈ ഓഫീസ് വഴി അപേക്ഷ നൽകുക. സർക്കാർ പരിശോധന വന്നതിന് ശേഷം തിരുത്താൻ പോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഇത് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ അല്ല, അർഹരായവർക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാണ് ഈ നടപടികൾ എന്നത് എല്ലാവരും മനസ്സിലാക്കണം. 3 എൻഡിങ് റേഷൻ കാർഡ് റദ്ദായാൽ പിന്നെ എന്ത് ചെയ്യാം? പുതിയത് എങ്ങനെ അപേക്ഷിക്കാം? കാർഡ് കാറ്റഗറി മാറ്റം എങ്ങനെ നടക്കും? ഇതെല്ലാം അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.